ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മമ്മൂട്ടിയുടെ അനിയത്തിയുടെ മോനെ കുറിച്ച്. മൂപ്പര് അഭിനയിക്കുന്നത് ഷോൾഡർ വെച്ചിട്ടാണ് ഗൈസ്. ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ 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 ചെയ്യൂ ബാലു, ഇങ്ങനെ 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 ബാലു, ഇങ്ങനെ ഇങ്ങനെ. മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളു. ഈ പടത്തിന്റെ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അണ്ണൻ ഇതിനു മുന്നേ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 16 നിലയ്ക്ക് പൊട്ടി. അത് കാരണം നമ്മുടെ അണ്ണൻ എന്ത് ചെയ്തു, ഈ പുതിയ സിനിമയിലെ ആ പഴയ സിനിമയുടെ ഭാഗങ്ങൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ആഡ് ചെയ്തു. പക്ഷെ ഈ പടം പൊട്ടി. ഇനി നമ്മുടെ അണ്ണൻ അടുത്തൊരു പടം ചെയ്യും. ഈ 2 സിനിമയുടെ ഭാഗങ്ങൾ എടുത്തിട്ട് വേറൊരു പടം. അവന്റെ ഒരു ബുദ്ധി പോയ പോക്കെ. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്, ലൈഫ് ടൈം പ്രോഫിറ്റ്. പടം തുടങ്ങുന്ന കുറച്ച് ഗുണ്ടകൾ ഒരാളെ കൊല്ലും. അപ്പൊ ആ കേസ് അന്വേഷിക്കാൻ നമ്മുടെ അണ്ണനെ വിടും. അണ്ണൻ എന്നിട്ട് ആ ഗുണ്ടകളുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അണ്ണന്റെ കൂടെയുള്ള ഒരാളെ അവരെ നിരീക്ഷിക്കാനായിട്ട് വിടും. ആ നിരീക്ഷിക്കാൻ വന്ന ആള് വളരെ ബുദ്ധിപരമായിട്ട് അവരെ നിരീക്ഷിക്കും. അയ്യോ, ഷെട്ടിക്ക് ഒരു സംശയം തോന്നില്ല. ഇവന്റെ ഈ ഓസ്കാർ ലെവൽ പെർഫോമൻസ് കണ്ടിട്ട് ആ ഗുണ്ടകൾക്ക് കാര്യം പിടികിട്ടിയിട്ട് ആ സ്ഥലം വിടും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. പിന്നെ ഈ ഗുണ്ടകളെ പിടിക്കാനായിട്ട് നമ്മുടെ അണ്ണൻ അങ്ങോട്ട് സ്ലോ മോഷനിൽ നടന്നു വരും. അണ്ണന്റെ വിചാരം ഇത് കട്ട മാസാണെന്നാണ്. പക്ഷെ നമുക്ക് കാണുമ്പോ കണ്ണ് കാണാത്ത ഏതോ വൃദ്ധൻ റോഡ് ക്രോസ് ചെയ്യണ പോലെ തോന്നും. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എന്നിട്ട് നമ്മുടെ അണ്ണനെ കാർമേക്ക് ആ കമ്പി എടുത്ത് എറിയും. എന്നിട്ട് അവന്മാരെ അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കും. എന്നിട്ട് പോവാനായിട്ട് ഒരു വഴി ഉണ്ടായിട്ട് നമ്മുടെ അണ്ണൻ മാസിന് വേണ്ടി ഒരു ചാട്ടൊക്കെ ചാടും. അങ്ങനെ നമ്മുടെ അണ്ണൻ അവസാനം അവന്മാരെയൊക്കെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ചേച്ചി വന്നിട്ട്, മോൻ അനാഥനാണ്, മോനൊരു ട്വിൻ ബ്രദർ ഉണ്ട്. അന്ന് എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരാളെ മാത്രമേ ദത്തെടുത്തോളൂ, നിന്നെ വേറൊരാളെ ദത്തെടുത്തേന്ന് പറയും. നമ്മൾ അനാഥരാണ്. ഇങ്ങനെ ഒരു സഹോദരൻ ഉണ്ടെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. അല്ല, ആ ഫോട്ടോ കണ്ടിട്ട് നിനക്ക് മിനിമം ഒരു 10 വയസ്സെങ്കിലും ഉണ്ടായിണ്ടാവില്ല. എന്നിട്ട് നിനക്ക് ഒരു അനിയനുള്ള കാര്യം നിനക്ക് അറിയില്ലേ? ഇങ്ങനെ ഒരു സഹോദരൻ ഉണ്ടെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഓർമ്മ കാണില്ല, പ്രായം കൂടി വരികയല്ലേ, വലിയ ചന്ദനാദി മറക്കണ്ട. പിന്നെ ആ ചേച്ചി പറയും, നിന്റെ അനിയനെ ഒരാൾ വണ്ടി ഇടിച്ച് കൊന്നു, നീ അത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ അണ്ണൻ ആ കേസ് അന്വേഷിക്കാനായിട്ട് അവന്റെ നാട്ടിൽ പോവും. അപ്പൊ റോട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ ഒരു അപരാധ കൂട്ടം ശല്യം ചെയ്യണം കാണും. എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് നമ്മുടെ അണ്ണൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവും. എന്നിട്ട് ആ പോലീസുകാർ നീ ആരാന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ അണ്ണൻ പറയും, ഞാൻ ഇപ്പൊ ഡ്രസ്സ് മാറിയിട്ട് ഒരു BGM ഇട്ട് വരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് പോവും. നിങ്ങൾ ആരാ? ക്രിസ്റ്റി സാം, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ആളാവാൻ വരരുത്. പിന്നെ നമ്മുടെ അണ്ണൻ അവിടെ കിടന്ന് ഷോ ഇറക്കും, പട്ടി ഷോ. സത്യം കണ്ടറിയണം, കൊണ്ടറിയണം, അന്വേഷിച്ചറിയണം, അങ്ങനെയല്ലേ? അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. പിന്നെ നമ്മുടെ അണ്ണനെ അപരാധ കൂട്ടന്മാരെല്ലാവരും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഇവർ ഗ്ലൂക്കോസ് ബോഡി വലിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവർ കാണാൻ പോണ സമയത്ത് അവർ ലേഡി ഡോക്ടറാണ്. ആ ലേഡി ഡോക്ടർ നമ്മുടെ അണ്ണനോട് ചുമ്മാ വെറുതെ കലിപ്പാവും. അത് കഴിഞ്ഞിട്ട് അപരാധ കൂട്ടന്മാരുടെ കയ്യിലൊഴിക്കണ ആ വലം കഴിക്കാൻ പറയും. എന്നിട്ട് പുറത്തേക്ക് പോവാൻ പറയും. എന്നിട്ട് ആ അപരാധ കൂട്ടന്മാര് തല്ലാൻ വരുമ്പോ നമ്മുടെ അണ്ണൻ വന്ന് രക്ഷിക്കും. അയ്യോ, ഫ്രഷ്. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. അപ്പൊ എന്നാ ഡോക്ടറിന് നമ്മുടെ അണ്ണനോട് അങ്ങ് ക്രഷ് തോന്നും. എന്നിട്ട് രാത്രി നമ്മുടെ അണ്ണന്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഫോൺ ചെയ്യും. എന്നിട്ട് ഇവരൊരു സോങ്ങിന് പോവും, ഒരു പരസ്പര ബന്ധമില്ലാത്തൊരു സോങ്. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. നിങ്ങപ്പോ ചോദിക്കുക എന്തെങ്കിലും പരസ്പര ബന്ധമില്ലാത്ത സോങ് ഇപ്പൊ ഇട്ടേക്കണേന്ന്. അത് എന്നിട്ട് അത് വെച്ച് ഇവരുടെ മുന്നേ ഇറക്കി പൊട്ടിയ പടം ഉണ്ടല്ലോ, ആ പടത്തിലെ സോങ്ങാണ് ഈ പുതിയ പടത്തിൽ ഇവർ ഇട്ടേക്കണേ. അത് എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിച്ചാൽ അതൊരു പേട്ടപ്പടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ അണ്ണൻ അനിയന്റെ ഫ്ലാഷ് ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് അനിയന്റെ കൂട്ടുകാരന്റെ ഗേൾഫ്രണ്ടിനെ ചെന്ന് കണ്ടിട്ട് ഫ്ലാഷ് ബാക്ക് പറയാൻ പറയും. അപ്പൊ അവള് ഫ്ലാഷ് ബാക്ക് പറയും. അണ്ണന്റെ അനിയന്റെ കൂട്ടുകാരൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെരമ്പണ്ണൻ. ഫ്ലാഷ് ബാക്കിന്റെ തുടക്കത്തിൽ കുറച്ച് അപരാധ കൂട്ടന്മാർ ഒരു പെണ്ണിനെ ശല്യം ചെയ്യുന്നത് നമ്മുടെ നെരമ്പണ്ണം കാണും. നെരമ്പണ്ണം കാണുമ്പോ തന്നെ അവന്റെ അടുത്ത് വന്നിട്ട്, ഞാനുള്ളപ്പോ വേറൊരാൾ ഒരു പെണ്ണിനെ ശല്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കലിപ്പാവും. അത് ചോദിക്കാൻ മക്കളാരാണാവോ? ഇന്നുമായി നിനക്കറിയില്ല. ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്ന് ഒന്നും പറയണ്ട. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡെ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ കൊടുക്കുന്നേ. ടീച്ചർ, ഈ സാരി ഉണ്ടല്ലോ, ഇത് സൈഡിൽ അങ്ങോട്ട് മടക്കി കുത്തി. സാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു.
ഒരു പോലീസുകാരനും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ നെരമ്പണ്ണനും മറ്റവനും കൂടി അവന്മാരെയൊക്കെ ഇടിച്ചു കൂട്ടും. അതിന്റെ ഇടയിൽ മറ്റേ എണ്ണ ഉണ്ടല്ലോ ഒരു സമ്മർ അടിക്കും. എന്റെ പൊന്നു, എങ്ങനെയുണ്ടാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണിന് നമ്മുടെ നെരമ്പണ്ണനോട് ചെറിയൊരു ക്രഷ് തോന്നും. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. പിന്നെ നമ്മുടെ നെരമ്പണ്ണൻ ആ പഞ്ചായത്തിൽ ഒരു ജ്യൂസ് കടയുണ്ട്. ഒരു ദിവസം രാത്രി നമ്മുടെ നെരമ്പണ്ണന്റെ ജ്യൂസ് കടയുടെ ഉള്ളിലേക്ക് ഒരാളെ ഓടിപ്പിച്ച് കൊണ്ടുവരും, ഒരു ഗുണ്ട. എന്നിട്ട് അയാളെ കൊല്ലാൻ നോക്കും. എന്നെ ടക്കിടുവ കണ്ടിട്ടുണ്ടോ? കുഞ്ഞി ടക്കിടുവ ഒന്നും ചെയ്യില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വിരല് മാത്രം കടിക്കാം. പിന്നെ നമ്മുടെ ബാലണ്ണൻ നമ്മുടെ നെരമ്പണ്ണന്റെ നെരമ്പ് മുറിച്ച് കളയും ഗൈസ്. പിന്നെ നമ്മുടെ നെരമ്പണ്ണന്റെ ജ്യൂസ് കടയിൽ ഒരു ക്യാമറ ഉണ്ട്. അതിൽ നമ്മുടെ ബാലൻ മറ്റവനെ തട്ടിയത് റെക്കോർഡായിട്ടുണ്ടാവും. എന്നിട്ട് ഇവന്മാര് നമ്മുടെ ബാലയുടെ അടുത്ത് പോയിട്ട് അവന്റെ അടുത്ത് വില പേശും. ഒരു 3-4 രൂപ കിട്ടൂലേ? ഞങ്ങൾ 3-4 രൂപ ചോദിച്ചാ ഞങ്ങൾ ഇത്ര കമ്മിയാക്കി പറഞ്ഞു, നേർ പകുതിയാക്കി ഒരു 2 രൂപ കിട്ടുമോ? ഞങ്ങൾ 2 രൂപ ചോദിച്ചാ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ എടുക്കുകയാണ്. അവസാനം നമ്മുടെ ബാലണ്ണൻ ഇവന്മാർക്ക് പൈസ കൊടുത്ത് ഇവന്മാരെ ഒഴിവാക്കി വിടും. എന്നിട്ട് ഇവന്മാര് പുറത്ത് പോയിട്ട് ഇവന്മാരുടെ ഫോണിൽ ആ വീഡിയോയുടെ ഒരു കോപ്പി ഉണ്ട്, അത് അവർ ഓൺലൈനിൽ അങ്ങ് അപ്ലോഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബാലണ്ണൻ പെടും. 1,25,00,000 രൂപ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? പിന്നെ പോലീസിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ബാലണ്ണനെ ഗുണ്ടകൾ രക്ഷിക്കും. എന്നിട്ട് മറ്റവന്മാരുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് ഗുണ്ടകളെ വിട്ട് അവനെ തല്ലിക്കും, എന്നിട്ട് കുത്തുകൊള്ളും. എന്നിട്ട് നമ്മുടെ നെരമ്പണ്ണൻ മറ്റവനെ രക്ഷിക്കാനായിട്ട് ആംബുലൻസ് എടുത്ത് പോകും. അപ്പൊ ലോറി വന്നിടിക്കും. എന്നിട്ട് ബാലയുടെ ആൾക്കാർ മറ്റവനെ കൊല്ലും. നമ്മുടെ നെരമ്പണ്ണൻ ഇത് കണ്ട് ടെൻഷനായിട്ട് കേരളത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മുങ്ങും ഗൈസ്. എങ്ങോട്ടാ നമ്മുടെ നെരമ്പണ്ണൻ മുങ്ങ? അതെ ഗൈസ്, നമ്മുടെ നെരമ്പണ്ണൻ ഗോവയ്ക്ക് പോവും. അതായത് അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണൻ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ബാലയുടെ ഗുണ്ടകൾ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അണ്ണനെ ചൊറിയും. അപ്പൊ നമ്മുടെ അണ്ണൻ അങ്ങ് കലിപ്പാവും. എന്റെ മുഖം കണ്ട് നീയൊക്കെ ഇരുന്നിട്ട് തപ്പിയിട്ടപ്പോ എനിക്കും തോന്നിയിരുന്നു പോത്തുകളെ 2 അധമജന്മങ്ങളുടെ മുഖച്ഛായ. ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നത്? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. പിന്നെ മോർണിംഗ് നമ്മുടെ അണ്ണന് ലേഡി ഡോക്ടറും കൂടി ജോഗിങ്ങിന് പോണ സമയത്ത് നമ്മുടെ അണ്ണന് ഒരു കോള് വന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് പോവും. അപ്പൊ കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് ആ ലേഡി ഡോക്ടറിനെ അറ്റാക്ക് ചെയ്യാൻ പോവും. ഈ സീൻ കാണുമ്പോ തന്നെ നമുക്കറിയാം അതൊരു വുമൺ എംപവർമെന്റ് സീനാണെന്ന്. ഇവനൊക്കെ എത്രയ്ക്കുള്ളൂ, ഞാൻ തൊട്ടപ്പേക്കും കറങ്ങണ കണ്ട. പെണ്ണെ നീ നിർത്തിക്കോ. പിന്നെ നമ്മുടെ അണ്ണൻ നെരമ്പണ്ണനെ കാണാനായിട്ട് ഗോവയ്ക്ക് പോവും. അപ്പൊ ഇവരെ കൊല്ലാനായിട്ട് കുറച്ച് ഗുണ്ടകൾ വരും. പക്ഷെ ബാല വരില്ല. അത് എന്നിട്ടാന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്കിൽ മാത്രമേ നമ്മുടെ ബാലുള്ളൂ. ഇത് വേറെ പടത്തിൽ നിന്നാണല്ലോ ഫ്ലാഷ് ബാക്ക് എടുത്തേക്കണേ. അത് കാരണം ബാലയുടെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഒരു കിങ്കാൻ തന്നെ വരും വില്ലനായിട്ട്. ഞാൻ അഭിമാന പുരുഷനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ. എന്നിട്ട് റിയാസ് ഖാന്റെ കൂടെ ബാലയുടെ ഗുണ്ടകൾ ഉണ്ടാവും. എന്നിട്ട് ഇവന്മാര് തല്ലുകൂടും. എന്നിട്ട് അവസാനം നമ്മുടെ അണ്ണൻ റിയാസ് ഖാന്റെ ബോൾസിലിട്ട് ഒരു വെടിയങ്ങ് വെക്കും. അങ്ങനെ പടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു സോങ് ഉണ്ട്. നമ്മുടെ നെരമ്പണ്ണൻ ഒരു പരസ്പര ബന്ധമില്ലാത്തൊരു സോങ്. കുറെ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്.